ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ട വ്യത്യസ്ത തരത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച്, ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ, ജീവനം പ്രകൃതി ചികിത്സാലയം, ഏങ്ങണ്ടിയൂർ, തൃശ്ശൂർ. എല്ലാ ഞായറാഴ്ചകളിലും ദീർഘകാലമായിട്ട് നമ്മൾ വലിയൊരു സംഘം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയായിട്ട് കുറേ ആളുകൾ ഞായറാഴ്ചകളിൽ ഉപവസിക്കുന്നു. പലതരത്തിലുള്ള ഉപവാസങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. ജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള, ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള പൂർണ്ണ ഉപവാസം ചെയ്യുന്നവരുണ്ട്. പാനീയങ്ങളും പഴച്ചാറുകളും കഴിച്ചുകൊണ്ട് ലഘു ഉപവാസം ചെയ്യുന്നവരുണ്ട്. ഇനി കട്ടി കുറഞ്ഞ, ജലാംശം കൂടുതലുള്ള പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസം ചെയ്യുന്നവരുണ്ട്. ഇനി കായികമായിട്ടുള്ള അല്പം അധ്വാനമൊക്കെ ഉണ്ട് എന്നുള്ളവർ കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുള്ള പഴങ്ങൾ ധാരാളമായി കഴിക്കുന്നു. ഇങ്ങനെ പഴങ്ങൾ, പാനീയങ്ങൾ, പഴച്ചാറുകൾ അല്ലെങ്കിൽ ശുദ്ധജലം എന്നിവ മാത്രം കഴിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെലവിടുന്നതിൻ്റെ ഒരു ആരോഗ്യ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഉപവാസം എടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ? എന്താണ് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നതിൻ്റെ ലക്ഷ്യം? ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ഉപവാസം എടുക്കാം? ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആഹാരം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ദിവസം എന്നല്ല, മറിച്ച് ശാരീരികവും മാനസികവും ആന്തരിക അവയവങ്ങളുടെ തലത്തിലും ഇന്ദ്രിയങ്ങളുടെ തലത്തിലും എല്ലാം ഒരു വിശ്രമം ലഭ്യമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം. എന്തിനാണ് വിശ്രമം ലഭ്യമാക്കുന്നത്? ഏതൊരു ഏരിയയിൽ നമ്മൾ വിശ്രമം ലഭ്യമാക്കുന്നോ ആ ഭാഗത്തെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനായിട്ട് ശരീരം ശ്രമിക്കും. കായികമായിട്ടുള്ള അധ്വാനത്തിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വിശ്രമമാകുന്നു. കാര്യമായിട്ടുള്ള ചിന്തകളും കാര്യമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഒന്നും ഒരു ദിവസത്തേക്ക് ഞാൻ എടുക്കുന്നില്ല എന്ന തരത്തിൽ മനസ്സിനെ വിശ്രമിക്കാനായിട്ട് വിടുമ്പോൾ അവിടെ മാനസികമായിട്ടുള്ള വിശ്രമമാകുന്നു. ഇനി ആഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധജലം മാത്രം അല്ലെങ്കിൽ പാനീയങ്ങൾ മാത്രം കഴിക്കുമ്പോൾ അവിടെ ദഹനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ഒരു കൂടിയ നിലയിലുള്ള വിശ്രമം ഉറപ്പുവരുത്താം. ഇനി ഇന്ദ്രിയങ്ങൾക്ക് വിശ്രമം ലഭ്യമാക്കുന്നത് എങ്ങനെയാണ്? മൊബൈൽ പോലെയുള്ള എല്ലാ സ്ക്രീനുകളും ഒരു ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗം വളരെയധികം കണ്ട് കുറയ്ക്കുന്നു. ഒരുപാട് കേൾക്കാതെ, ഒരുപാട് സംസാരിക്കാതെ, ഒരുപാട് തീക്ഷ്ണത കൂടിയിട്ടുള്ള ചൂടിനോടോ തണുപ്പിലേക്കോ ഒന്നും പോകാതെ അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് കൂടി അല്പം വിശ്രമം അനുവദിക്കുന്നു. ഈ 4 തരത്തിലുള്ള വിശ്രമം സ്വയം ലഭ്യമാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം, നമ്മുടെ ജീവിതത്തിന് ഒരു വ്യക്തത വാസ്തവത്തിൽ ലഭിക്കും. എങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ എപ്രകാരമാണുള്ളത്? എൻ്റെ മനസ്സിൻ്റെ നില എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ളതാണ്? എന്തൊക്കെ തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ വാസ്തവത്തിൽ ബാഹ്യമായിട്ടുള്ള തലത്തിൽ നിന്നും വരുന്നു? ഇനി ഉള്ളാലെ എന്തൊക്കെ പിരിമുറുക്കങ്ങൾ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം, അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കും. അത് സാധിച്ചു കഴിഞ്ഞാൽ 2 ഗുണം. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ഏതു തരത്തിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് വ്യക്തത വരുത്താനായിട്ട് സാധിക്കും. ഏത് തരത്തിലുള്ള കറക്ഷൻ വരുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം സുഗമമാകും. അത് ഒന്ന്. രണ്ടാമത്തേത്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആന്തരിക അവയവങ്ങളുടെയും എല്ലാം തലത്തിലുള്ള ആഴത്തിലുള്ള വിശ്രമം. ആ ഏരിയകളിലെല്ലാമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശരീരത്തിന് സ്വയം തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ അവസരം വെറും തിരിച്ചറിയലിന് വേണ്ടി മാത്രമല്ല, ഒരു ചികിത്സയ്ക്ക് കൂടി ശരീരം ഉപയോഗപ്പെടുത്തും. ശരീരത്തിന്റെ സ്വയം രോഗശമന ശേഷിയെ പരമാവധി തീവ്രതയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശരീരത്തിന് ഈ വിധത്തിലുള്ള വിശ്രമം വഴി സാധിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒരു വിശ്രമമാണ് ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം അനുഷ്ഠിക്കുക എന്നുള്ളതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഒരാഴ്ചത്തെ, 6 ദിവസത്തെ പ്രവർത്തികളിലൂടെ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആരോഗ്യ നഷ്ടവും 7ാമത്തെ ദിവസത്തിലെ ഉപവാസത്തിലൂടെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും സ്വയം ചെയ്യാവുന്ന വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഉപവാസം. ഇനി ഏതൊക്കെ ടൈപ്പ് ഉപവാസങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഉപവാസങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉപവാസമുണ്ട്. അവിടെ ആഹാരമില്ല, വേറെ പഴങ്ങളോ പച്ചക്കറികളോ യാതൊന്നുമില്ല, ചായയും കാപ്പിയും മധുരങ്ങളും വേറെ യാതൊന്നുമില്ല. ദാഹത്തിനനുസരിച്ച് ശുദ്ധജലം കുടിക്കുക. പൂർണ്ണ ഉപവാസത്തിൽ, ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസത്തിൽ വിശപ്പ് പൂർണ്ണമായിട്ടും ഇല്ല.
ഈ ഒരു ഉപവാസത്തിൽ 100% വിശ്രമം നമ്മൾ ശരീരത്തിനും മനസ്സിനുമെല്ലാം നേരത്തെ പറഞ്ഞ 4 തലങ്ങളിലുമുള്ള വിശ്രമം ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു തരത്തിലുമുള്ള യാത്രകളുമില്ല, ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ആയിട്ടുള്ള അധ്വാനം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസത്തിനായി തയ്യാറാവുക. അതുപോലെ സ്ഥിരമായിട്ട് നിർബന്ധമായി കഴിക്കേണ്ട മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം സാധിക്കുകയില്ല. കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒരു തരത്തിലുള്ള തിരക്കുകളുമില്ല, ഞാൻ ഇന്ന് എൻ്റെ ശരീരത്തോടൊപ്പം എൻ്റെ മനസ്സിനോടൊപ്പം മാത്രം ചിലവഴിക്കും എന്ന തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാത്രം പൂർണ്ണമായിട്ടുള്ള ജല ഉപവാസം എടുക്കാനായിട്ട് തയ്യാറാവുക. ശരീരത്തിന്റെ സ്വയം ചികിത്സ ഏറ്റവും വേഗതയിൽ നടക്കുന്ന ഒരു സമയമാണ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസങ്ങൾ. ഇനി വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ സാധിക്കാത്തവര് കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം എടുക്കാം. അപ്പോൾ അവിടെ ഇളനീര് കുടിക്കാം, തേൻ വെള്ളം കുടിക്കാം, ചെറുനാരങ്ങയിൽ തേൻ ഒഴിച്ചിട്ട് അത് വെള്ളം കലക്കി കുടിക്കാം. ഇനി വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ, വെള്ളം ചേർത്ത് നേർപ്പിച്ച പാനീയങ്ങൾ, പഴച്ചാറുകൾ കഴിക്കാം. ഇങ്ങനെ വെള്ളത്തിന് സമാനം എന്നാൽ ശുദ്ധജലം മാത്രമല്ല എന്ന തരത്തിൽ നേർപ്പിച്ച പാനീയങ്ങളും പഴച്ചാറുകളും കഴിച്ചുകൊണ്ടുള്ള ഒരു ലഘു ഉപവാസമാകാം. കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ ശങ്കയുള്ളവർക്ക് അല്ലെങ്കിൽ എടുത്ത് ശീലമില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ലൈറ്റായിട്ടുള്ള ഉപവാസം, ലഘു ഉപവാസം പരിശീലിക്കാവുന്നതാണ്. മൈഗ്രെയിൻ, തലവേദന, അസിഡിറ്റി തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസം അനുഷ്ഠിച്ചാൽ മതിയാവും. ശുദ്ധജലത്തേക്കാൾ അവർക്ക് അനുയോജ്യമായത് പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസമാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അധികം ജലാംശമുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള പഴങ്ങൾ കഴിക്കുക. ഓറഞ്ച്, മുസുമ്പി, അനാർ, തണ്ണിമത്തൻ, അങ്ങനെ ജലാംശം വളരെ കൂടുതലാണ്, ദഹിക്കാനായിട്ട് കാര്യമായിട്ട് അതിലൊന്നുമില്ല എന്ന തരത്തിലുള്ള പഴങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 4 തവണയോ 5 തവണയോ ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ട് ലഘു ഉപവാസം ചെയ്യാം. അത് പാനീയങ്ങൾ മാത്രം പോരാ. ഇപ്പം ഇതുപോലെ ചിലർക്കൊക്കെ ആഹാരം എന്തെങ്കിലും കടിച്ചു തിന്നാനായിട്ടുള്ള ഒന്നും അകത്ത് ചെന്നിട്ടില്ലെങ്കിൽ ഒരു മനസമാധാനക്കുറവുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മരുന്നുകളല്ല, പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവർ, BP-ക്ക് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഈ മെഡിസിൻ എടുക്കാൻ എന്നുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഈ മൂന്നാമത്തെ ടൈപ്പ് ലഘു ഉപവാസമാണ്. ജലാംശം കൂടുതലുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ലഘു ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് നല്ലത്. ഇനി നാലാമത്തെ ടൈപ്പ് ഉപവാസത്തിൽ അത്യാവശ്യം കട്ടി കൂടിയിട്ടുള്ള പഴങ്ങൾ യഥേഷ്ടം കഴിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അതൊരു ഫ്രൂട്ട് ഡയറ്റാണ്. അതിൽ പപ്പായ ആവാം, വാഴപ്പഴങ്ങളായിരിക്കാം, മാമ്പഴമോ ചക്കയോ എന്ത് വേണമെങ്കിലും ആവാം. അതെല്ലാം യഥേഷ്ടം കഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. വാസ്തവത്തിൽ ഈ ഒരു ഫ്രൂട്ട് ഡയറ്റ് ഉപവാസത്തിന് പകരമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത് കായികാധ്വാനം എന്തായാലും ഉണ്ടായിരിക്കും. ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം അതിന് ജീവിത സാഹചര്യം അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്ന തരത്തിൽ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ യാത്രയുണ്ട്, ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്, അത്യാവശ്യം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അധ്വാനമുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് പറ്റില്ല എങ്കിൽ ഭക്ഷണത്തിലൂടെയുള്ള ഊർജം ശരീരത്തിന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ഊർജം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പഴങ്ങളാണ് കഴിക്കുന്നത് എന്ന് മാത്രം. അത്യാവശ്യം മരുന്നുകൾ കഴിക്കുന്നവർക്കൊക്കെ ഈ പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഉപവാസമായിരിക്കും നല്ലത്. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസുലിൻ എടുക്കുന്നവരുണ്ടെങ്കിൽ ഇൻസുലിൻ എടുത്തുകൊണ്ട് ഉപവസിക്കരുത്. വളരെ നോർമലായിട്ടാണ് ഇപ്പോൾ ഏകദേശം ഷുഗർ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഇൻസുലിൻ എടുത്തില്ലെങ്കിലും ബ്ലഡ് ഷുഗർ വളരെയധികം കൂടി പോകില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് ഡയറ്റിലേക്ക് ഏതിലേക്കാണെങ്കിലും കയറാവും. അന്നേ ദിവസം ഇൻസുലിൻ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ വളരെയധികം താഴ്ന്നു പോകാനും അപകടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഷുഗർ വളരെ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ആ ഒരു ദിവസം ഇൻസുലിൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് ഫ്രൂട്ട് ഡയറ്റ് തന്നെയായിരിക്കും. ഏതു തരത്തിലുള്ള ഉപവാസം എടുക്കുന്നവർക്കും കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെ. ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുന്നവർക്ക് 100% വിശ്രമം ആവശ്യമുണ്ട്. ഇനി പാനീയങ്ങളൊക്കെ കുടിച്ച് ഉപവസിക്കുന്നവർക്ക് 100% വിശ്രമം ഇല്ലെങ്കിലും അത്യാവശ്യം വീടിനകത്തുള്ള ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി മൂന്നാമത്തെ ടൈപ്പ്, കട്ടി കുറഞ്ഞിട്ടുള്ള ജലാംശം കൂടിയ പഴങ്ങൾ കഴിക്കുന്നവർക്കും അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇനി പഴങ്ങൾ കഴിക്കുന്നവർക്കാണെങ്കിൽ അവരൊരു സാധാരണ ദിവസത്തെ പോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
എങ്കിലും വീണ്ടും പറയുകയാണ്, പരമാവധി വിശ്രമം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ശരീരത്തിന് സ്വയം ചികിത്സ എന്ന് പറയുന്ന ഒന്ന് പരമാവധി തീവ്രതയിൽ എത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കുമോ, എത്രത്തോളം കറക്ഷൻസ് ശരീരത്തിൽ നടത്താനായിട്ട് സാധിക്കുമോ അത്രത്തോളം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും. ഒരു ദിവസത്തെ ഉപവാസത്തിന് ശേഷം അടുത്തൊരു ദിവസത്തേക്ക് നമ്മൾ ഉണരുന്നത് വളരെ ആരോഗ്യത്തോടെ, വളരെ ഫ്രഷായിട്ടുള്ള ഒരു ശരീരത്തോടെയും മൈൻഡോടെയും ആയിരിക്കും. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ശാന്തമായിട്ടുള്ള, നല്ല തെളിച്ചമുള്ള ഒരു ദിവസത്തേക്കായിരിക്കും നമ്മൾ ഉണരാനായിട്ട് പോവുക. അടുത്തൊരാഴ്ച മുഴുവൻ അതേ രീതിയിൽ തന്നെ ആ ഒരു നല്ലൊരു എനർജി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ നാളത്തെ ഉപവാസത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ തയ്യാറെടുക്കുന്നോ അവരൊക്കെ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഗ്രൂപ്പിൽ ഇല്ലാത്തവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിൽ പതുക്കെ പതുക്കെ നാളത്തെ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചോളൂ. നാളെ ഇനി ഓരോ സമയത്തും ഓരോ ടൈപ്പ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ഓരോരോ സമയങ്ങളിൽ ഞാൻ നിർദ്ദേശിക്കും. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. താങ്ക് യു.